ഉഗ്രൻ ഉടുപ്പ്, നല്ല കളറ്. മിനുകൂടെ രണ്ട് പെർഫോമൻസസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ലിങ്കർ ചെയ്ത് നിൽക്കുന്നുണ്ടേ. പനിനീര് പെയ്യും നിലാവിൽ എന്നുള്ളതും, അതെ അതെ, പിന്നെ രാമായണ കാറ്റയും. രണ്ട് ജനുസിലുള്ള പാട്ടുകളാണ്, രണ്ട് തകർത്ത്. യെസ്. അപ്പൊ ഇന്ന് ഏതാണ് തകർക്കാൻ പോകുന്നത്? സൂര്യകാന്തി. വാട്ട് എ സോങ്. അപ്പൊ ഇന്ന് ശരിക്കും തകർക്കുമല്ലോ. ഇന്ന് ഉറപ്പല്ലേ? ഉറപ്പായിട്ടും അത് കേൾക്കാനായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടാം അല്ലേ. അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ പേര് കിഴക്കേൽ മാത്യു. ഞാൻ ഫിലാഡൽഫിയയിലാണ്. ഞാൻ കുറച്ച് 13 ക്രിസ്ത്യൻ പാട്ടുകൾ എഴുതി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 6 കോമഡി പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ ഉണ്ട്, നയോമി ഓഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ. അത് ഈ പുള്ളിക്ക് ഞാൻ പണിത് കൊടുത്തതാണ്. മ്യൂസിക് കമ്പോസർ ആണ്. എന്റെ മ്യൂസിക് എല്ലാം ചെയ്യുന്ന പുള്ളിയാണ്. പേരെന്ന്? എന്റെ പേര് സന്തോഷ് കാങ്ങഴ എന്ന് പറയും. അവര് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്രാൻസിയും അതുപോലെ മുരളീജി ആയിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. വർക്കിന് ഫ്രാൻസേട്ടനും മുരളിച്ചേട്ടനൊക്കെയാണ് വായിക്കുന്നത്. അങ്ങനെ വർഷങ്ങളായിട്ടുള്ളൊരു സ്നേഹബന്ധമുണ്ട്, പരിചയമാണ്. ഓക്കെ. അപ്പൊ ശിവകാമിക്കുട്ടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ് സ്പെഷ്യൽ ആയിട്ട്. അതെ അതെ അതെ. അപ്പൊ മാത്യു സാർ അവിടെ ഇരുന്ന് കാണാറുണ്ടോ? ഞാൻ നിങ്ങളുടെ 1 തൊട്ട് 6 വരെ കണ്ടു. ഇപ്പോഴത്തെ 6ന്റെ 191 വരെ കണ്ടു. ഇപ്പൊ എനിക്ക് സമയമില്ലാത്ത ഇന്നലെ ലാപ്ടോപ്പ് 191 വരെ കണ്ടു. അപ്പൊ അത്ര ഇഷ്ടമാണ് ശിവകാമിക്കുട്ടിയുടെ പാട്ട്. നേരിട്ട് കേൾക്കാൻ എത്തി. മാത്രമല്ല മാത്യു സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ. അതിന് പ്രത്യേകം നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് സൂര്യകാന്തി ഡീറ്റെയിൽസ് പ്ലീസ്. സിനിമ കാട്ടുതുളസി, സംഗീതം MS ബാബുരാജ് സാറ്, വരികൾ വയലാർ രാമവർമ്മ സാറ്, വർഷം 1965, പാടിയത് S ജാനകി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ ഡ്രസ്സ് മേടിച്ചു തന്നത് ചാവർഗോഡ് തനിമ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ബിലാലങ്കളും ഹാരിഫങ്കളുമാണ് എനിക്ക് ഈ ഡ്രസ്സ് മേടിച്ചു തന്നത്. ഹാരിഫങ്കളിനും പിന്നെ ബിലാലങ്കളിനും പിന്നെ അവരുടെ കുടുംബത്തിനും ഒരു ഹായ് കൊടുക്കണേ. ബിലാലങ്കളിനും ആരിഫങ്കളിനും അവരുടെ കുടുംബത്തിനും ഞങ്ങളുടെ ഹായ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ, പ്രേമ പൂജാ പുഷ്പവുമായി നീ തേടുവതാരേ, തേടുവതാരേ. വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ, ദേവതാരുവിൻ തണലിലുറങ്ങും താപസകന്യക നീ, ദേവതാരുവിൻ തണലിലുറങ്ങും താപസകന്യക നീ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ.
സൂപ്പർ സൂപ്പർ സൂപ്പർ. മീൻകുട്ടാ, എന്തോ ചില റെൻഡിഷൻസ് കഴിയുമ്പോഴത്തേക്കും നമുക്കെന്തോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ലംപ് ഇൻ ദ ത്രോട്ട് പോലെയാണ്, ഒന്നും മിണ്ടാൻ പറ്റാത്തായിപ്പോ. സ്പെൽ ബൗണ്ട് ആയതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ പാട്ടിനോടുള്ള എത്രയോ ഡെക്കേഡ്സ് ആയിട്ടുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ട്. എൻ്റെ ജനറേഷനിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ മധു? തീർച്ചയായിട്ടും അതെ. ആര്യയുടെ ജനറേഷനിലോട്ടും അത് പകർന്ന് വന്നിട്ടുണ്ട്. ഈവൻ മീനൂട്ടിക്ക് പോലും അത് പകർന്നു വന്നിട്ടുണ്ട്. അതിന്ന് കുഞ്ഞിലേക്കും പകർന്നു പോകുന്നു. അപ്പൊ നമ്മുടെ ഒരു സിനിമാ സംഗീതത്തിന്റെ ഒരു പാരമ്പര്യം നമുക്ക് കാണാൻ പറ്റും. അന്ന് ജാനകിയമ്മ പാടിയത് തൊട്ട് ഇപ്പൊ ശിവകാമി കുഞ്ഞ് പാടുന്നത് വരെ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജാ പുഷ്പവുമായി നീ. എനിക്ക് തോന്നുന്ന ഈ പാട്ട് ഇപ്പൊ ശിവകാമി കുഞ്ഞ് പാടുമ്പോഴത്തേക്കും എന്റെ ഫീൽ എന്ന് പറയുന്നത് ഇതാണ്: ഇതുവരെ പാടിയ എല്ലാ പാട്ടുകാരെയും, ഈ പാട്ട് പാടിയ എല്ലാ പാട്ടുകാരെയും ഈ പാട്ട് മറന്നു പോകുന്നു ശിവകാമി കുഞ്ഞ് പാടുമ്പോൾ. കാരണം എന്താ? ശിവകാമി കുഞ്ഞിന്റെ പ്രായമാണ് 5ാം ക്ലാസ്, 10 വയസ്സ്. 10 വയസ്സിൽ ഈ പാട്ട് ഇങ്ങനെ പാടുക എന്നത് അൺബിലീവബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ചിന്ത വേണം. ഇത് പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ഈ പാട്ടിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അത് നമ്മുടെ ശിവകാമി കുഞ്ഞിന് അസാധ്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹം എൻ്റെ കുഞ്ഞുമകളെ. ആദ്യത്തെ ആ ഹമ്മിങ് തന്നെ, അത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്ന് പറയാനായിട്ട് തോന്നി. എനിക്ക് കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റിയില്ല. കാരണം ഈ കാഴ്ചകളൊന്നും എനിക്ക് കാണണ്ട. എനിക്ക് ശിവകാമി കുഞ്ഞിന്റെ പാട്ട് മാത്രം കേട്ടാൽ മതി ഞാൻ കണ്ണടച്ച് കേട്ടോണ്ടിരുന്നു. ശരിക്ക് അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് കയറുന്ന, അതായത് നമ്മുടെ ശിവകാമി കുഞ്ഞ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കട്ടെടുക്കുകയാണ് പാട്ടിലൂടെ. അത് ഈ പാട്ടിലൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില ഏരിയകളിൽ ചെറിയ ചെറിയ സ്ലിപ്സ് ഉണ്ട്. അത് നീലഗഗന വനവീഥിയിൽ നിൽപ്പൂ എന്ന് പാടിയത് അസാധ്യമായിരുന്നു. പിന്നെ ആരുടെ കനക മനോരഥമേറി ആരുടെ രാഗപരാഗം തേടി, അതായിരുന്നു ചരണത്തിന്റെ. അതാണ് മധുങ്ങൾ പറയുന്ന കേട്ടില്ലേ, അത് നമുക്ക് അറിയാതെ നമുക്ക് വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് അത് പാടിയിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു എക്സ്പ്രഷൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. അത് സൂപ്പർബാണ്. പിന്നെ ഈ സ്വപ്നം കാണുവതാരെ താഴെ പാടിയില്ലേ, അതൊന്നുകൂടെ ഒന്ന് പാടിക്കാമോ? അവിടെ മാത്രം കുറച്ചും കൂടെ മൈക്ക് അടുപ്പിക്കാമോ? കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതുപോലെ വർഷങ്ങൾ പോകുവതറിയാതെ എന്നുള്ളത് ഒന്നും പാടാമോ? വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ വെയിലറി എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കട്ട് ചെയ്യുന്നില്ലേ? ഇപ്പൊ കട്ട് ചെയ്ത പോലെ തന്നെ അപ്പോഴും കട്ട് ചെയ്യുന്നു. പക്ഷേ അതിൽ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഈ കുഞ്ഞ് ലങ്സ് അല്ലേ, അതെ. ആ സംഗതി ഇപ്പൊ രണ്ടാമത് പാടിയപ്പോഴത്തേക്കും ഒരു കൊതിക്ക് വേണ്ടി കേൾക്കാൻ പറഞ്ഞാണേ, അവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റി. സാരമില്ല, പക്ഷെ ഒറിജിനൽ നന്നായിരുന്നു. വെയിലറി അങ്ങനെ കട്ട് ചെയ്യാതെ പാടിയാൽ ഏറ്റവും നന്നായിരിക്കും എന്ന് അങ്കിൾ പറയാനാണ് ആഗ്രഹിക്കണത് കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ സ്ലിപ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ദേവദാരു എന്ന് പാടുക, ദേവദാരു എന്ന് പാടണം. ദേവദാരു പാടൂ. ദേവദാരു ദാ സൂപ്പർ സൂപ്പർ ഡാ. ശിവകാമിക്കുട്ടി എന്ത് പറയാനാ, ഉഗ്രനായിട്ട് പാടി കാലക്കി. ജാനകിയമ്മ പാടിയിട്ടുള്ള ആ ഡീറ്റെയിൽസ് ഭൂരിഭാഗവും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറച്ച് സ്ലിപ്പ്, അവരുടെ കുറച്ച് സ്ലിപ്പായിട്ടുണ്ട്. പറയുകയാണെങ്കിൽ ദേവദാരുവിൻ തണലിൽ, അത് ദേവദാരു ആ രണ്ടാമത്തെ അല്ലേ, അത് കുറച്ചൊന്ന് സ്ലിപ്പായിട്ടുണ്ട് ചെറുതായിട്ട്. അതുകൂടാതെ തുണ്ടുപല്ലവി, ആ ഫസ്റ്റ് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന സൂര്യകാന്തി, അതൊന്ന് പാടിയേ. സൂര്യകാന്തി സൂര്യകാന്തി
സൂര്യ സൂര്യ താര. സൂര്യ. അതൊന്ന് ക്ലാരിറ്റി വേണമെന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് ക്ലാരിറ്റി കുറവായിരുന്നു ടേക്കില്. ബാക്കിയെല്ലാം ചരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചരണം വളരെ മനോഹരമായി. പ്രത്യേകിച്ച് ആദ്യത്തെ ആരുടെ മനോരഥമേറിയ ആരുടെ രാഗപരാഗം തേടി ഫസ്റ്റ് ടൈം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും മിടുക്കിയാണ്, മിടുക്കി. വീണ്ടും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എപ്പോഴും ഇങ്ങനെ ഉറ്റുനോക്കും എന്താണ് പാടാൻ പോകുന്നത്, എന്താണ് നമുക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് കേൾക്കാൻ പറ്റുന്നത്. ശിവഗാമിക്കുട്ടി പാടാൻ പോകുമ്പോൾ ആ ശബ്ദത്തിൽ, ആ യുണീക്കായിട്ടുള്ള നല്ല ടോണൽ ക്വാളിറ്റി ഉള്ള ആ ശബ്ദത്തിൽ എന്താണ് ആ കേൾക്കാൻ പോകുന്നത് എന്ന് ഇങ്ങനെ ഉറ്റുനോക്കും ഞാൻ. ഇങ്ങനെ എനിക്കിന്നും അത് കിട്ടി. എനിക്കിന്ന് ശിവഗാമിക്കുട്ടിയുടെ അടുത്ത് നിന്ന് എന്താണോ വേണ്ടത് അതുപോലെ എനിക്കൊരു പാട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. മിടുക്കിയായിട്ട് പാടി, മിടുക്കിയായിട്ട് പാടി. എനിക്ക് ഈ പറഞ്ഞ പോലെ ചരണത്തിൻ്റെ ആ ഫസ്റ്റ് ലൈൻ അതിഗംഭീരമായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ശിവഗാമിക്കുട്ടിയുടെ റേഞ്ച്, ശിവഗാമിക്കുട്ടിക്ക് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് നാച്ചുറലി ഉള്ള ഒരു കുട്ടിയാണ്. ഒത്തിരി സ്പെഷ്യാലിറ്റീസ്. അതിപ്പോൾ എണ്ണി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ബോഡി പോസ്ചറൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം ഒരുപാട് ആൾക്കാരുടെ. അല്ലെങ്കിൽ ഹൈ പാടുമ്പോഴത്തേക്ക്, ബേസ് പാടുമ്പോഴത്തേക്ക് തല ഇങ്ങനെ ആയി പോവുക, ഷോൾഡർ ഇതായി പോവുക, ഇങ്ങനത്തെ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം ഒരുപാട് ആൾക്കാരെ. ശിവഗാമിക്കുട്ടിയുടെ വോയിസിലും ശിവഗാമിക്കുട്ടിയുടെ ശരീരഭാഷയൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ സിംഗിങ്. പാട്ട് പാടാനായിട്ട് നമ്മുടെ മുന്നിൽ വന്ന ഒരു കുട്ടിയാണ് ശിവഗാമിക്കുട്ടി. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന്. സോ ബ്യൂട്ടിഫുൾ. ശബ്ദ സൗന്ദര്യം. അതെ, അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ എം ജെ സാർ, അത് ഇറ്റ്സ് സംതിങ് എൽസ്, വേറെ എന്തോ ആണ്. ഇറ്റ്സ് സോ ഡിവൈൻ കേട്ടോ. മിടുക്കിയായിട്ട് പാടി. കുഞ്ഞു ആ ഒരു സ്ലിപ്സും ബ്രെത്ത് എടുക്കാൻ ആ വെയിലറിയാതെ എടുത്തതൊക്കെ അങ്ങനത്തെ കുഞ്ഞു മിസ്റ്റേക്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അല്ല, കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ മീൻകുട്ട നമുക്ക് ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല 10 വയസ്സുള്ള ഒരാൾ പാടുന്നത്. വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഏതോ ഒരു പാട്ടുകാരി പാടുന്ന പോലെയാ. അപ്പൊ മാത്യു സാർ എന്തോ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ നമ്മുടെ ശിവഗാമി കുഞ്ഞിന് വേണ്ടിയിട്ട്? അപ്പൊ തീർച്ചയായിട്ടും അത് കൊടുക്കാം. ശിവഗാമിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ 2 ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് എന്റെ 2 ചങ്കുകൾ ഓർക്കസ്ട്രയിലുണ്ട്. മേടിച്ചോ ശിവഗാമിക്കുട്ടി? അപ്പൊ മാത്യു സാറിന് മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ ശിവഗാമി കുഞ്ഞിന് വി ആർ ഗോയിങ് ടു അവാർഡ് 99 on 100 ടുഡേ. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ നമ്മുടെ ശിവഗാമിക്കുട്ടി. നമുക്ക് മാത്യു സാറിനെ കൊണ്ട് തന്നെ കൊടുക്കാം. ടോപ്പ് സിംഗറിന്റെ കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു ശിവഗാമിക്കുട്ടി. പിടിക്കാൻ പറ്റുമോ? ഓക്കെ.